നമസ്കാരം, ഇൻഷുറൻസ് ബുദ്ധ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഏറെ മികച്ച ഒരു ഹെൽത്ത് പോളിസിയാണ് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. സ്റ്റാർ ഹെൽത്തിന്റെ ഏറ്റവും റീസെന്റായി ഇറങ്ങിയ, എന്നാൽ നമ്മൾ ഏവരും ആഗ്രഹിക്കുന്ന പോലെ ഒട്ടനവധി സവിശേഷതകളുള്ള ഒരു ഹെൽത്ത് പോളിസിയാണിത്. സ്റ്റാർ ഹെൽത്ത് അഷ്വർ ഇൻഷുറൻസ് പോളിസി. അക്ഷയപാത്രം പോലൊരു പോളിസി എന്നാണ് പറയുന്നത്. അതിന്റെ കാരണം എന്താണ് എന്നും ഈ പോളിസി എത്രമാത്രം നമുക്ക് പ്രയോജനകരമാകുമെന്നും ഒക്കെ നമുക്ക് നിറഞ്ഞ സ്നേഹത്തോടു കൂടി തന്നെ ചോദിച്ചു മനസ്സിലാക്കാം. ഇൻഷുറൻസ് മേഖലയിൽ 13 വർഷത്തെ സേവന പാരമ്പര്യമുള്ള സാധാരണക്കാരുടെ ജീവിതത്തിനും ഒക്കെ അത്രമാത്രം ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തിയിട്ടുള്ള ഒട്ടനവധി ഇൻഷുറൻസ് മേഖലയിൽ സംഭാവനകൾ നൽകിയിട്ടുള്ള ശ്രീ രതീഷ് ആർ തന്നെയാണ് ഇന്നും നമുക്കൊപ്പം ചേരുന്നത്. നിറഞ്ഞ സ്നേഹത്തോടെ അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ഈ ഒരു പുതിയ പോളിസിയെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത്. നമസ്കാരം. നമസ്കാരം. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും പുതുതായിട്ട് സ്റ്റാർ ഹെൽത്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇൻഷുറൻസ് പോളിസിയാണ് നമ്മളിന്ന് പറയുന്നത്, അല്ലേ? കുഞ്ഞു കാലയളവ് കൊണ്ടുവരെ അത്രമാത്രം ജനഹൃദയങ്ങളെ ആകർഷിച്ച ഒരു പോളിസിയാണ്. കാരണം നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന ഒരുപാട് സവിശേഷതകളുണ്ട്. എന്താണ് ഈ സ്റ്റാർ ഹെൽത്ത് അഷ്വർ ഇൻഷുറൻസ് പോളിസി? സ്റ്റാർ ഹെൽത്ത് അഷ്വർ എന്ന് പറയുന്ന പോളിസിയെ സംബന്ധിച്ചിടത്തോളം ധാരാളം കവറേജുകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും എടുത്തു പറയാവുന്നതും ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള സംഗതി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റീസ്റ്റോറേഷൻ എമൗണ്ട് എന്ന് പറയുന്ന അൺലിമിറ്റഡ് ടൈംസ് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. മാറിയ സാഹചര്യം അനുസരിച്ച് എത്ര തവണ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ സേഫ് ആണ് ഈ ഒരു പോളിസി എടുക്കുകയാണെങ്കിൽ. കാരണം നമ്മൾ എടുത്ത അതേ എമൗണ്ട് എത്ര തവണ വേണമെങ്കിലും നമുക്ക് ക്ലെയിം ചെയ്യാം എന്നുള്ളതാണ്. ഓൾമോസ്റ്റ് സേഫ് ആണ്. കാര്യം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ 10 എടുത്താൽ പറ്റണമെന്നില്ല. കാര്യം എന്ന് വെച്ചാൽ 1 കോടിയും 1.5 കോടിയൊക്കെ ബില്ലുകളായത് ഒരുപാട് കേസുകൾ നമുക്ക് തന്നെ അറിയാമെന്നുള്ളതുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് സേഫ് എന്ന് തന്നെ പറയാം. ഇതിൻ്റെ സം അഷ്വേർഡിനെ സംബന്ധിച്ചിടത്തോളം ഇത് 2 കോടി, 5 ലക്ഷത്തിൽ സ്റ്റാർട്ട് ചെയ്ത് 2 കോടി വരെ പോകുന്നുണ്ട്. അപ്പോൾ ഇതൊരു തികച്ചും ഒരു നല്ലൊരു പോളിസി, ഏറ്റവും മികച്ച പോളിസി എന്ന് തന്നെ പറയാൻ പറ്റും. ഈ ഒരു പോളിസി ആരൊക്കെ എലിജിബിൾ ആണ്? എത്ര വയസ്സ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിമിതികളോ മറ്റോ ഉണ്ടോ? ഓക്കെ, ഇത് 2 രീതിയിൽ എടുക്കാം. ഇൻഡിവിജ്വൽ എന്നുള്ള നിലയിൽ എടുക്കാം, പിന്നെ ഫാമിലി ഫ്ലോട്ടറായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് എടുക്കുകയാണെങ്കിൽ 18 മുതൽ 75 വയസ്സ് വരെ പ്രായമുള്ള ആൾക്കാർക്ക് എടുക്കാം. ദെൻ അതിൽ കുട്ടികൾ എന്നുള്ള നിലയിലാണെങ്കിൽ 91 ദിവസം മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും ഇൻഡിവിജ്വൽ പോളിസി എടുക്കാം. അതെ. പിന്നെ അതിൽ അടുത്ത് ഫാമിലി ഫ്ലോട്ടർ എന്ന നിലയിലോട്ട് വരികയാണ്. ഫാമിലി ഫ്ലോട്ടർ എന്ന നിലയിൽ നോക്കുകയാണെങ്കിൽ ഹസ്ബൻഡ്, വൈഫ്, 3 വരെ എണ്ണമുള്ള കുട്ടികൾ, ദെൻ പാരൻസ് ഇൻലോസ്, അങ്ങനെ നമുക്ക് എടുക്കാനൊക്കും. ഓക്കെ. അപ്പോൾ ഇത്രയും പേരെ വൈഡായിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നൊരു പോളിസി തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഡിപ്പെൻഡൻറ്റ് ചൈൽഡിനെ കുറിച്ചായിരിക്കും പലരും പറയുന്നത്. വിവാഹം കഴിയുന്നത് വരെ എൻ്റെ കുഞ്ഞ് എൻ്റെ പോളിസിയിൽ നിൽക്കുമോ എന്നുള്ളൊരു ചോദ്യമൊക്കെ ആയിരിക്കും പലർക്കും വരുന്നത്, അല്ലേ? അതിലെന്താ കമൻറ്റ്? അതിലെങ്ങനെയാണ് പറ്റുക? നമ്മളിപ്പോൾ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് പോളിസിയിൽ ആദ്യമേ എടുക്കുന്നതുണ്ടെങ്കിൽ അവർക്ക് 18 വയസ്സ് കഴിയുമ്പോഴത്തേക്കും പ്രീമിയത്തിൽ അഡൽട്ട് എന്നുള്ള നിലയിലോട്ട് വരുമെങ്കിൽ അതിനകത്ത് ഡിസ്കൗണ്ട് ഉണ്ട്. ദെൻ അത് മാത്രമല്ല, ഇവർക്ക് വിവാഹം കഴിയുന്നത് വരെ സെയിം പോളിസി ഉണ്ട്, പാരൻ്റെ കൂടെ നിൽക്കാനും പറ്റും. പൊതുവേ ഉള്ള ഒരു സംശയമാണ്, അതായത് ന്യൂലി വെഡഡ് ആയിട്ടുള്ള ആ ഒരു അവർക്ക് ഒരു കുഞ്ഞ് ജനിച്ചു എന്ന് വയ്ക്കുക, അവരെ ഈ ഒരു പോളിസിയുടെ ഭാഗമാക്കാനായിട്ട് സാധിക്കുമോ? 1 വർഷത്തിനകത്ത് ഒരു കുഞ്ഞൊക്കെ ജനിച്ചു അങ്ങനെയാണെങ്കിൽ? അതെ, പല പോളിസികളിലും അത് സാധ്യമല്ല. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ചോദ്യം വന്നത്. ദെൻ ഈ അഷ്വർ പോളിസിക്കകത്ത് അത് സാധ്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പോളിസിയിൽ ഉണ്ടായിരിക്കുന്നൊരു സമയം, പോളിസി നടന്നുകൊണ്ടിരിക്കുന്നൊരു സമയം ഒരു കുഞ്ഞ് ജനിക്കുവാണ്, അല്ലെങ്കിൽ ഒരു വിവാഹം കഴിയുകയാണ്, ഇവൻ വിവാഹം കൂടെ കഴിച്ചാലും നമുക്ക്, അതല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യുവാണ്, അങ്ങനെയുള്ള അവസരങ്ങൾ വരുവാണെങ്കിൽ നമുക്ക് അതിന് ഈ കുട്ടിയെ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് പാർട്ട്ണറെയോ ഈ പോളിസിയിൽ ഉൾപ്പെടുത്താൻ ഒക്കും. പക്ഷേ അത് കുഞ്ഞ് ജനിച്ച് അല്ലെങ്കിൽ അഡോപ്ഷന് 45 ദിവസത്തിനുള്ളിൽ കമ്പനിയെ അറിയിച്ച് രജിസ്റ്റർ ചെയ്ത് എൻഡോസ് ചെയ്ത് മേടിച്ചിരിക്കണം, വിത്തിൻ 45 ഡേയ്സ്. ദെൻ കല്യാണം കഴിഞ്ഞാലും അത് തന്നെയാണ് അവസ്ഥ. 45 ദിവസത്തിനുള്ളിൽ കമ്പനിയെ അറിയിച്ച് എൻഡോസ് ചെയ്ത് മേടിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതായത് നമുക്കൊരു മിഡ് ടേമിനിടയിൽ ഈ പറയുന്ന ഒട്ടനവധി സാധ്യതകളും സിനേറിയോസും വന്നാൽ പോലും നമുക്ക് ആഡ് ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ്. അതിനുള്ള എമൗണ്ട് പേ ചെയ്യണം, അതിന് പ്രൊപ്പോർഷണേറ്റ് ആയിട്ടുള്ള എമൗണ്ട് ഇടയിൽ പേ ചെയ്യണം. ഓക്കെ. റിന്യൂവലിനെയും അതുപോലെ തന്നെ പോളിസി ഇയേഴ്സും ഒക്കെ സംബന്ധിച്ച് നമുക്ക് എത്ര വർഷം വരെ ഒരു പോളിസിയുടെ ഒരു സ്കീമുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ? ലൈഫ് ലോങ് നമുക്കിത് കൊണ്ടുപോകാം. ഒരു തവണ പോളിസി എടുത്താൽ ലൈഫ് ലോങ് പോളിസി കൊണ്ടുപോകാവുന്നതാണ്. എന്താണ് അതിൻ്റെ റിന്യൂവൽ ക്രൈറ്റീരിയാസ്?
റിന്യൂവൽ ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ നോർമലി നമുക്കിപ്പോൾ ഇന്ന് പോളിസി എടുക്കുന്ന ഒരാൾ അദ്ദേഹത്തിന് ഇപ്പോൾ 90-100 വയസ്സായാലും ആ പോളിസി തന്നെ ഉൾപ്പെടുത്തി ആ പോളിസി കണ്ടിന്യൂ ചെയ്ത് കൊടുക്കണമെന്നാണ്. അത് തന്നെയാണ് ഈ സെയിം ആയിട്ട് വരുന്നത്. പിന്നെ അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. അപ്പോൾ 61 വയസ്സ് മുതലാണ് പോളിസിയിലോട്ട് ജോയിൻ പലപ്പോഴും ഒരു പരിമിതി വരുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു സീനിയർ ഏജ് ആയി കഴിഞ്ഞാൽ പിന്നെ കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി പോവും, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അത് എങ്ങനെയാണ്? 61 വയസ്സ് മുതൽ 75 വയസ്സ് വരെ നമുക്ക് എടുക്കാം, പോളിസി എടുക്കാം. പക്ഷേ 61 വയസ്സ് മുതൽ എടുക്കുന്ന ആൾക്കാർക്ക് നമുക്കൊരു 10% കോ പേയ്മെന്റ് ഉണ്ടാകും. ദെൻ വേറൊരു സിനാറിയോ പറയാം. ഇദ്ദേഹം 60 വയസ്സിലാണ് പോളിസിയിൽ ജോയിൻ ചെയ്യുന്നത് വെച്ചോളൂ, കോ പേയ്മെന്റ് ഉണ്ടാകത്തില്ല. 75 100 വയസ്സായാലും ഇദ്ദേഹത്തിന് കോ പേയ്മെന്റ് ഉണ്ടാകത്തില്ല. ഓക്കെ. അപ്പോൾ അതായത് എത്ര തവണ വേണമെങ്കിലും ക്ലെയിം ചെയ്യാം, 60 വയസ്സ് കഴിഞ്ഞാലും ഈ ഒരു പോളിസിയുടെ ഭാഗമാകാം. ഇങ്ങനെയുള്ള കുറേ ബെനിഫിറ്റ് ഉണ്ട് അല്ലേ? മിഡ് ടേം ഇൻക്ലൂഷൻ, അതിനെയൊക്കെ കുറിച്ചിട്ട് ഓരോ തവണ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഓരോ അഡീഷണൽ ഫീച്ചേഴ്സും അഡ്വാൻറ്റേജും തന്നെയാണ് സ്റ്റാർ ഹെൽത്ത് അഷ്വറിൻ്റെ ഈ ഒരു പ്രോഡക്റ്റ് അല്ലേ, ഈ ഒരു പുതിയ പോളിസി എന്ന് പറയുന്നതിലൂടെ കിട്ടുന്നത്. നമ്മൾ ഈ ഒരു പോളിസിയെ കുറിച്ച് അത്യാവശ്യം ഡീറ്റെയിൽ ആയി തന്നെ സംസാരിക്കുന്നതുകൊണ്ട് ഈ ഒരു പോളിസി ടേമിനെ കുറിച്ച് എത്ര ഇയേഴ്സ് ഒക്കെ ഉള്ള പോളിസി ടേം ആണ് നമുക്കുള്ളത്? 1 ഇയർ അങ്ങനെയൊക്കെ? പോളിസി ടേമിനെ സംബന്ധിച്ചിടത്തോളം സാധാരണ എല്ലാ പോളിസികളും 1 ഇയർ പോളിസികളാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഈ പോളിസി നമുക്ക് 3 വർഷം വരെ ഒരുമിച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ 1 ഇയർ, 2 ഇയർ, 3 ഇയർ പോളിസികളുണ്ട്. അപ്പോൾ 3 വർഷം വരെ നമുക്ക് ഒരുമിച്ച് പേ ചെയ്യാൻ പറ്റും. അതിന് ഡിസ്കൗണ്ട് ഉണ്ടാകും, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകൾ ഇതിനകത്തുണ്ട്, ഉണ്ടാവും അല്ലേ? എന്തൊക്കെയാണ് ആ ഒരു ലോങ് ടേമിലുള്ള ഡിസ്കൗണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു ഫ്ലോട്ട് ഡിസ്കൗണ്ട് നമ്മളൊന്ന് കൺസിഡർ ചെയ്യാണ്, അല്ലെങ്കിൽ അങ്ങനെ അതിനെക്കുറിച്ച് അറിയണം എന്ന് ആഗ്രഹിക്കുന്നവരും ഉണ്ടാവുമല്ലോ, അവർക്ക് എന്ത് പറയാനോ പറ്റും നമുക്ക് ഈ ഒരു ഡിസ്കൗണ്ടിനെ സംബന്ധിച്ച്? ദെൻ നമ്മളിപ്പോൾ ലോങ് ടൈം പോളിസികൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് 2 വർഷത്തെ പോളിസി നമ്മൾ സെലക്ട് ചെയ്യണം. 2ാമത്തെ വർഷത്തെ പ്രീമിയത്തിൽ 10% ഡിസ്കൗണ്ട് ഉണ്ടാകും. ദെൻ 3 ഇയർ പോളിസിയാണ് സെലക്ട് ചെയ്യണമെങ്കിൽ 2ാമത്തെയും 3ാമത്തെയും വർഷങ്ങളിൽ 10% ഡിസ്കൗണ്ട് ഉണ്ടാകും. ഓക്കെ. സ്റ്റാർ ഹെൽത്ത് അഷ്വർ ഇൻഷുറൻസ് പോളിസിയെ സംബന്ധിച്ച് ഒട്ടനവധി ഫീച്ചേഴ്സ് നമ്മൾ പറയാറുണ്ട് അല്ലേ, ഒരുപാടുണ്ട്. അപ്പോൾ അതിലേറെ പ്രധാനപ്പെട്ടത് എന്ന് പറയുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കും, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഫീച്ചേഴ്സ്? ഒരു പ്രധാനമായിട്ടുള്ളൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഇപ്പോൾ വരുന്ന കാര്യം, ഇപ്പോൾ നമുക്ക് കുറച്ച് ഹോസ്പിറ്റൽ ഡേയ്സേ കാണത്തുള്ളൂ. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോയതിന് ശേഷം നമുക്ക് ഒത്തിരി ട്രീറ്റ്മെൻറ്റ്സ് വേണ്ടി വരും, ഒത്തിരി മരുന്ന് യൂസ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ വില കൂടിയ മരുന്ന് യൂസ് ചെയ്യേണ്ടി വരും, ലക്ഷങ്ങളാകുന്ന മരുന്നുകളുണ്ട്. ഇപ്പോൾ കിഡ്നിക്കോ മറ്റോ കംപ്ലൈൻ്റ് ആയിട്ടുള്ളവർ അത് ധാരാളം ലക്ഷക്കണക്കിന് 10 ലക്ഷത്തോളം രൂപയൊക്കെ വീട്ടിൽ കിടന്ന് മരുന്ന് കുത്തിവെച്ച് ജീവിക്കുന്ന ആൾക്കാർ ധാരാളമുണ്ട്. അപ്പോൾ ആ ഒരു സിനേറിയോ വരുന്ന അവസ്ഥയിൽ ഈ പോളിസി ഏറ്റവും ഉപകാരപ്രദമാണ്. കാര്യം എന്ന് വെച്ചാൽ ഇതിന് ഹോസ്പിറ്റലൈസേഷൻ, ഒരു വാലിഡ് ഹോസ്പിറ്റലൈസേഷൻ കഴിഞ്ഞ ശേഷമുള്ള 180 ദിവസം വരെ ഉള്ള ട്രീറ്റ്മെൻറ്റുകൾ, വീട്ടിലുള്ള ട്രീറ്റ്മെൻറ്റുകളുടെ പൈസ കൂടെ ഇതിനകത്ത് കിട്ടും. അതായത് പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ചെലവ്. ഞാനിപ്പോൾ പറഞ്ഞ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷനാണ്. പ്രീയും അതുപോലെ പ്രീ 60 ഡേയ്സ് ആണെന്നേ ഉള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ആദ്യം ഒരു വയറുവേദനയാണെന്ന് തന്നെ വെച്ചോളൂ. വയറുവേദനയായിട്ട് ഞാൻ ആദ്യം ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർ ആദ്യം കുറേ ടെസ്റ്റുകൾ പറഞ്ഞു. ഉദാഹരണത്തിന് MRI സ്കാൻ പറഞ്ഞു, ECG എടുത്തു, എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു മരുന്ന് കഴിച്ച് വീട്ടിൽ റെസ്റ്റ് ചെയ്താൽ മതി. പക്ഷേ എനിക്ക് ബില്ല് 18,000 രൂപയായി, ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നില്ല, ബില്ല് 18,000 രൂപയായി. ഞാൻ ഇത് വെച്ചിട്ട് വീണ്ടും മരുന്ന് കഴിച്ച് മരുന്ന് നിർത്തുന്നതും വീണ്ടും അസുഖമാകുന്നു, വീണ്ടും ഡോക്ടറെ കാണുന്നു, എല്ലാം കൂടെ 19,000 രൂപ ബില്ല് വന്നു. ഈ വരുന്ന എമൗണ്ട് അത് കഴിഞ്ഞ് ഞാനൊരു ഹോസ്പിറ്റലൈസേഷൻ വരികയാണ്. ഇത് കാരണം തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ്. പഴയ 60 ദിവസം വരെയുള്ള ബില്ലുകൾ കിട്ടും. അതാണ് പ്രീ ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഈ ബില്ലുകൾ നമുക്ക് സബ്മിറ്റ് ചെയ്താൽ ആ എമൗണ്ട് കിട്ടും. അത് അലോപ്പതിക്ക് മാത്രമാണ് ഈ ഒരു പോളിസി നമുക്ക് ആപ്ലിക്കബിൾ ആകുന്നത്, മറ്റ് ചികിത്സയ്ക്ക് അല്ല. ആയുർവേദം, ആയുഷ് എന്നുള്ള പേരിൽ ആയുർവേദം കൂടെ നമുക്ക് ഇതിനകത്ത് കവർ ചെയ്യും. അതിൽ സമഷ്വേഡ് വരെ തന്നെ നമുക്ക് കവർ ചെയ്ത് പോകാൻ പറ്റും. മറ്റ് പോളിസികളെ പോലെ ആയുർവേദത്തിന് സബ്ലിമിറ്റോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. പിന്നെ ഈ എമർജൻസി ആയിട്ട് നമ്മൾ ആംബുലൻസിന്റെ ചാർജസ് അങ്ങനെയുള്ള കുറേയൊക്കെ ഇതിൽ കവർ ചെയ്യുന്നുണ്ട്, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ കവർ ചെയ്യുന്നുണ്ട്, നോൺ മെഡിക്കൽ ഐറ്റംസ് കവർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതൊക്കെ അങ്ങനെ തന്നെയാണോ? ആംബുലൻസ് ചാർജ് കവർ ചെയ്യുന്നുണ്ട്. ദെൻ നോൺ മെഡിക്കൽ ഐറ്റംസ് അതൊരു നല്ലൊരു ഫീച്ചർ തന്നെയാണ്. കാര്യം എന്ന് വെച്ചാൽ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള നോൺ മെഡിക്കൽ ഡിസ്പോസിബിൾ ഐറ്റംസ് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 50% അധികം വരുന്നുണ്ട്. നമുക്ക് യൂസ് ചെയ്യുന്ന നോൺ മെഡിക്കലായിട്ടും ഉള്ള ഡിസ്പോസിബിൾ ഐറ്റംസിൽ നല്ല പങ്കും ഇതിനകത്ത് കവർ ചെയ്ത് കിട്ടും.
മറ്റ് ഇൻഷുറൻസ് പോളിസികൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ബോണസ് ഫെസിലിറ്റി കൂടി കാണാറുണ്ട്. അങ്ങനെ ഒരു അഡീഷണൽ ഫീച്ചർ കൂടിയുണ്ട്. അത് സ്റ്റാർ ഹെൽത്ത് അഷ്യൂറിൻ്റെ ഈ ഒരു പോളിസിയിലുണ്ട്. ഉണ്ട്. സ്വാഭാവികമായിട്ടും നമുക്ക് മറ്റ് പോളിസികളെ പോലെ തന്നെ ഇതിന് 25% വെച്ച് ക്ലെയിം ഇല്ലാത്ത വർഷങ്ങളിൽ നമുക്ക് ബോണസ് കിട്ടും. ഈ ബോണസ് 100% വരും. ഉദാഹരണത്തിന് സം അഷ്യൂർഡ് 10 ആണെങ്കിൽ 10 lakhs വരെ ഈ ബോണസ് തുടരും അല്ലേ? പൊതുവെ നമ്മൾ ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി പരിശോധിക്കുകയാണെങ്കിൽ ഡെലിവറി എക്സ്പെൻസസിനെ കുറിച്ചൊക്കെ ആയിരിക്കും അറിയാൻ കൂടുതൽ താല്പര്യം ഉണ്ടാവുക. ഡെലിവറി ആ ഒരു ട്രീറ്റ്മെന്റിനും ഒക്കെ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഈ ഒരു കവറേജ് ഒക്കെ ലഭിക്കുക? ഡെലിവറിയും ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് നമുക്ക് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് ഇതിനകത്ത് കവറാണ്. അതിന് ലിമിറ്റ് ഉണ്ട്. അത് ഓരോ സമ്മർഷ്യൂഡിനും ഓരോ ഇത് വെച്ചിട്ടാണ്. പിന്നെ ഡെലിവറി എക്സ്പെൻസും കവേർഡാണ്. ഡെലിവറി എക്സ്പെൻസ് ഹസ്ബൻഡും വൈഫും ആയിട്ട് പോളിസിയിൽ ഉണ്ടാവുകയും വേണം. സമ്മർഷ്യൂഡിൻ്റെ 10% ആയിരിക്കും അതിൽ ആദ്യത്തെ ലെവലിലുള്ള നമുക്ക് കിട്ടുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു 10 lakhs എടുക്കുന്ന ആൾക്ക് ഡെലിവറിക്ക് 1 ലക്ഷം രൂപയായിരിക്കും കിട്ടുക. പക്ഷേ ഹസ്ബൻഡ് വൈഫുമായിട്ട് പോളിസിയിൽ ഉണ്ടായിട്ട് 2 വർഷത്തിന് ശേഷം. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക്സ് ആയാലും അതുപോലെ തന്നെ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ട്രീറ്റ്മെന്റ് ആയാലും എല്ലാം ഇതിൽ കവറേജ് ആണ്. ഇൻയൂട്രോ സർജറികളെല്ലാം ഇതിനകത്ത് അത് വളരെ വലിയൊരു ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ പറയാം. മറ്റ് പോളിസികളിലൊന്നും കവർ ചെയ്ത ഇൻയൂട്രോ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു അമ്മയുടെ ഗർഭാവസ്ഥയിൽ തന്നെ അകത്തുള്ള കുട്ടിയെ സർജറി ചെയ്ത് തിരിച്ചു വയ്ക്കുന്ന വലിയൊരു പ്രൊസീജിയറാണ്. അത് മറ്റ് പോളിസികൾ കവർ ചെയ്യുന്നില്ല. ഇതിൽ കവേർഡാണ്. ഓക്കെ. അതും ഇതിൻ്റെ ഒരു വലിയൊരു നേട്ടം തന്നെയാണ് ഈ പോളിസിയുടെ. നമ്മൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ ഈ മാറിയ കാലഘട്ടത്തിനനുസരിച്ച് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ ഒരു ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ പലരും ചെയ്യാറുണ്ട്. അപ്പോൾ ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ ചെയ്യുന്നതിൽ എത്രമാത്രം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പോളിസി? ഫ്രീ ഹെൽത്ത് ചെക്കപ്പ് ഈ പോളിസിക്കകത്തുണ്ട്. അത് സമ്മർഷ്യൂഡിനെ ബേസ് ചെയ്താണ്. അത് ഇൻഡിവിജ്വലായിട്ട് എടുക്കുന്ന ആൾക്ക് 1500 സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് 5000, 10000 ആ റേഞ്ചിലോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്ലോട്ടർ പോളിസി എടുക്കുന്ന ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം 2500 സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങോട്ട് 5000, 10000 അങ്ങോട്ടുള്ള റേഞ്ചുകളിലോട്ട് പോകുന്നുണ്ട്. ന്യൂ ബോൺ ബേബി കവർ, ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെയും ഈ പോളിസി സമ്മർഷ്യൂഡിനകത്ത് തന്നെ ഉൾപ്പെടുത്താൻ പറ്റുന്ന പോളിസിയാണ്. പാരൻസ് ഇതിനകത്ത് ഉണ്ടായിരിക്കണം. ഈ പോളിസിയിൽ 1 വർഷം ഉണ്ടായിരുന്നാലാണ് നമുക്ക് ന്യൂ ബോൺ ബേബി കവർ കിട്ടുക. സ്റ്റാർ ഹെൽത്തിൻ്റെ ധാരാളം പോളിസികൾ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ഏറ്റവും മികച്ച പോളിസി ഏതാണ് എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഞാൻ സ്റ്റാർ ഹെൽത്ത് അഷ്യൂർ എന്ന് തന്നെ പറയും. കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് സിനോറിയോകളിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന തരം കവറേജുകളാണ് ഇതിനകത്തുള്ളത്. മറ്റ് പോളിസികളാണ് എടുത്തിരിക്കുന്ന ഒരാൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതിന് തൊട്ട് മുമ്പിൽ FHOP എന്ന് പറയുന്ന വലിയ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. വളരെ വിറ്റുപോയൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അവർക്ക് ഈ പോളിസിയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മറ്റ് കമ്പനികളിലുള്ള പോളിസികൾ വേണമെങ്കിലും ഇതിലോട്ട് പോർട്ട് ചെയ്ത് വരാൻ പറ്റും. അപ്പോൾ ഒരു നല്ല പോളിസി നോക്കുന്നുവെങ്കിൽ തീർച്ചയായും അഷ്വർ സെലക്ട് ചെയ്യുക, നോക്കുക. നിങ്ങൾ അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ അറിഞ്ഞ ശേഷം ഒരു പോളിസി എടുക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അഷ്വറിലോട്ട് വരാം. സ്റ്റാർ ഹെൽത്ത് അഷ്യൂർ ഇൻഷുറൻസ് പോളിസിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. മറ്റ് പോളിസിയിൽ നിന്നും വ്യത്യസ്തമായ ഒരുപാട് നേട്ടങ്ങളാണ് ഈ ഒരു പോളിസിയിൽ നിന്ന് കിട്ടുന്നത് എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിച്ചു. എത്ര തവണ വേണമെങ്കിലും നമുക്ക് ക്ലെയിം ചെയ്യാം. റീസ്റ്റോർ ചെയ്തുകൊണ്ട് ആ എമൗണ്ട് നമുക്ക് കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. മിഡ് ടേം ഇൻക്ലൂഷന് സാധ്യതയുണ്ട്. മറ്റ് പോളിസി കവർ ചെയ്യാത്ത തരത്തിലുള്ള പല അഡ്വാൻറ്റേജസും നമുക്ക് കാണാനായിട്ടും സാധിക്കുന്നുണ്ട്. ന്യൂ ബോൺ ബേബി കവർ ആയാലും അതുപോലെ തന്നെ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ട്രീറ്റ്മെൻറ്റിനായാലും അലോപ്പതി പോലെ തന്നെ ആയുർവേദത്തിനായാലും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒട്ടനവധി സവിശേഷതകൾ ചേർന്നിട്ടുള്ള ഒരു മികച്ച ട്രീറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ മികച്ച ഒരു ഇൻഷുറൻസ് പോളിസി. നമ്മൾ ഒരുപാട് ഹെൽത്ത് ട്രീറ്റ്മെന്റുകൾ നോക്കുമ്പോൾ ഏറ്റവും മികച്ചത് എന്ന് പറഞ്ഞ് ചൂസ് ചെയ്യാൻ ഞാനും ഇപ്പോൾ സജസ്റ്റ് ചെയ്യുന്നത് ഇത് തന്നെയായിരിക്കും. കാരണം ഒരുപാട് കാര്യങ്ങൾ കേട്ടപ്പോൾ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച പോലൊരു പോളിസി തന്നെയാണത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇത്രയും ഡീറ്റെയിൽഡ് ആയി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇന്നത്തെ ഒരു വീഡിയോയിൽ. സാധാരണക്കാർക്ക് വ്യക്തമായ രീതിയിൽ വലിയ ടെക്നിക്കൽ ടേംസ് ഒന്നും ഇല്ലാതെ തന്നെ വളരെ മിതമായ രീതിയിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്ന നമ്മുടെ പ്രിയപ്പെട്ട അതിഥിയാണ് ശ്രീ രതീഷ് ആർ എന്ന് പറയുന്നത്. അപ്പോൾ നിറഞ്ഞ സ്നേഹത്തോടു കൂടി ആ ഒരു സമയത്തിനും അറിവിനും ഒക്കെ നന്ദി അറിയിക്കുന്നു. നന്ദി.